സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ ചൈതന്യത്തോടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും സ്മരണകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് സായം സന്ധ്യാവന്ദനം. എല്ലാവർക്കും എൻ്റെ സായം സന്ധ്യാവന്ദനം. ഓരോ ദിവസവും ധന്യമായി ഇങ്ങനെ പോകുമ്പോൾ ഒരു വശത്ത് ഒരു ദിവസം കഴിഞ്ഞല്ലോ എന്ന തോന്നല്, മറുവശത്ത് ആ ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചല്ലോ എന്നൊരു തോന്നല്. ഇങ്ങനെ രണ്ട് തോന്നലുകൾക്കിടയ്ക്കാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. കഴിയുന്നത്രയും ഒരു മിനിറ്റ് പോലും വേസ്റ്റാക്കാതെ, കഴിയുന്നത്രയും പ്രയോജനപ്പെടുത്തണം എന്നെല്ലാവരോടും പറയാറുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു, നമ്മളുടെ പൈതൃകത്തിൻ്റെ ആഴവും പരപ്പും വിവരണാതീതമാം വിധത്തിൽ ആഴവും പരപ്പുമുണ്ട് അതിന്. അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഭരദ്വാജനോട് ബ്രഹ്മാവ് പറഞ്ഞ മാതിരി, മലയിൽ നിന്ന് 3 പിടി മണ്ണ് കൊണ്ടുവന്നപ്പോൾ അത് നോക്കി നീ മനസ്സിലാക്കുക, ഇതാണ് നിന്റെ കയ്യിലുള്ള അറിവ്. മലയിൽ നിന്ന് 3 പിടി മണ്ണ് കൊണ്ടുവന്നപ്പോൾ നിന്റെ കയ്യിലുള്ള തലച്ചോറിലുള്ള അറിവ് ഈ 3 പിടി മണ്ണിന്റെ അത്രയുമാണ്. ഇനി പഠിക്കാനുള്ളത് ആ മലയുടെ അത്രയുമാണ് എന്നറിയുക. ധാരാളം വ്യക്തികൾ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച്, കുറച്ചൊക്കെ പഠിപ്പിച്ച്, കുറച്ചൊക്കെ പ്രചരിപ്പിച്ച് അവരെല്ലാം യാത്രയായി പോകുന്നു. അതാണ് നമ്മൾ ശരിക്കും ഭാഗവതത്തിൽ ഇന്ന് കണ്ടത്. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരെയും. നമ്മളുടെ മുമ്പിലൊന്നും ആരെയും കിട്ടില്ല. എല്ലാവർക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രാരബ്ധങ്ങളും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളും മാർഗങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മളുടെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, നമ്മളുമായിട്ട് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധപ്പെടുന്നവരിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കുക. നമ്മൾ ബേക്കറിയിൽ ചെല്ലുമ്പോഴും പാൽക്കടയിൽ ചെല്ലുമ്പോഴും മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോഴും നമ്മൾ എന്തെങ്കിലും വരി പറയുകയാണെങ്കിൽ കഴിയുന്നത്രയും നാടിനു വേണ്ടി കൂടി കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നൊരു വരി കാഷ്വലി ധാരാളം പേരിൽ അത് സ്വാധീനിക്കുന്നുണ്ടാവും. വെറുതെ കാഷ്വൽ വരികൾ സ്വാധീനിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത്, അറിവ് കൊടുക്കുന്നതിനേക്കാളുപരി അറിവ് നേടാനുള്ള ഇച്ഛാശക്തി ഉണ്ടാക്കുക. അതൊറ്റ കാര്യം ചെയ്താൽ മതി. അത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. നമ്മൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്ന മാതിരിയാണ്. സൈക്കിളിലോ സ്കൂട്ടറിലോ കാറിലോ സ്കൂളിന്റെ ഗേറ്റിൽ കൊണ്ടുവന്ന്, മോളെ നീ പഠിച്ചിട്ട് വാ, മോനെ നീ പഠിച്ചിട്ട് വാ, വൈകുന്നേരം അച്ഛൻ വരാം. അപ്പൊ നമ്മൾ ആ കുട്ടിയെ സ്കൂളിന്റെ പടിവാതിൽക്കൽ കൊണ്ട് എത്തിക്കാം. എന്നിട്ട് നമ്മൾ പോയി, എന്നിട്ട് വൈകുന്നേരം വരുന്നുണ്ട്. ഇതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇച്ഛാശക്തി ഉണ്ടാക്കുക. ധാരാളം വ്യക്തികൾ ഇപ്പോൾ ഭാഗവതത്തിലും എല്ലാത്തിലും കമന്റ് എഴുതുന്നുണ്ട്. വെറും നമസ്തേ മാത്രമല്ല, ശരിക്ക് കമന്റ് എഴുതുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല, ഹിന്ദു ധർമ്മവുമായിട്ട് ബന്ധമില്ലാത്തതിൽ പോലും നമ്മൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ അതിനകത്ത് ഹിന്ദുക്കളെ ശരിക്ക് ചേർക്കുന്നുണ്ട്. നമ്മളുടെ ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുന്ന മുരളിയും ഗോപാലകൃഷ്ണപിള്ളയും മധുചേട്ടനും സുരേന്ദ്രൻ ചേട്ടനും പ്രഭാകരൻ നായരും മുരളിയും എല്ലാം പറയുന്നത്, സാറ് ഇപ്പോൾ എല്ലാവരും നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പണ്ട് രാഷ്ട്രീയമായിരുന്നു. കോൺഗ്രസിന്റെ, കേരള കോൺഗ്രസിന്റെ, മാണി ഗ്രൂപ്പിന്റെ
അല്ലെങ്കിൽ PC ജോർജിന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിനായിരുന്നു പ്രാധാന്യം. ഇപ്പൊ രാഷ്ട്രീയമായാലും ജാതിയായാലും മതമായാലും ഇഷ്ടമായാലും വർഗമായാലും ചെന്ന് അവസാനിക്കുന്നത് രാഷ്ട്രത്തിലാണ്, ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിലാണ്. അതൊരു വലിയ മാറ്റമല്ല. ഇതൊക്കെ കഴിഞ്ഞ 8-10 വർഷമായിട്ട് എടുത്ത സ്ട്രെയിന് ചെയ്ത വർക്കിൻ്റെയാണ്, അല്ല കഴിഞ്ഞ 3-4-5 മാസമായിട്ട് ചെയ്തതിൻ്റെയാണ്. 8-10 വർഷമായിട്ടൊന്നുമല്ല. ഒരു വലിയ അസാധാരണ മാറ്റങ്ങളാണ് ദിവസങ്ങൾ കൊണ്ടുവരുന്നത്. ശരിക്കും പാകിസ്ഥാന് ജയ് വിളിച്ച ആ രാജസ്ഥാനിലെ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്തു. കുറെ എണ്ണത്തിനെ ജനങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പൊ ഇപ്പൊ ആൾക്കാർക്ക് കൈകാര്യം ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യണം, വെച്ച് പൊറുപ്പിക്കരുത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഏത് കോടതിയാണെങ്കിലും ഏത് പോലീസ് സ്റ്റേഷനാണെങ്കിലും ഏത് ഭരണവിഭാഗത്തിന്റെ കർമ്മമണ്ഡലമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരിക്ക് കൊടുക്കാനുള്ളത് അതും വെറുതെ എടാ പോടാ എന്നുള്ള തെറിയല്ല. ആ തെറിയും കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ചയായിട്ട് നിന്നിട്ടുണ്ട്. എന്തേ നിൽക്കാൻ കാരണം? കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നത് ഏൽക്കുന്നുണ്ട്. ശരിക്ക് ചില അനവധി കമന്റുകൾ, ആ കമന്റുകളൊക്കെ എന്ത് പവർഫുള്ളാ. യോഹന്നാനെ കുറിച്ച് നമ്മുടെ ഓൺലൈൻ ചാനലുകാർ പറഞ്ഞപ്പോ ഹിന്ദുക്കൾ പ്രതികരിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല, കാരണം അത് ഹിന്ദുക്കളായിട്ട് ബന്ധമുള്ളതല്ല, യോഹന്നാന്റെയാ. പക്ഷെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കുറച്ച് മുസ്ലിങ്ങളും ശക്തമായിട്ട് പ്രതികരിച്ചു. അത് രാഷ്ട്രവുമായി ചേർത്തിട്ടാണ് പ്രതികരിച്ചത്. രാഷ്ട്രവുമായിട്ട് ചേർത്തിട്ടാണ്, സംസ്കാരം തൊട്ടിട്ടില്ല. നമ്മുടെ രാഷ്ട്രത്തിൽ ഇതുമാതിരിയുള്ളവർ ചെയ്തു കൂട്ടുന്ന തിന്മകളെ കുറിച്ചിട്ടാണ്. അതിൽ 50-60% ഹിന്ദുസാണ്. അവിടെയൊക്കെ ഹിന്ദു എന്ന വർഗീയത അല്ലെങ്കിൽ ഹിന്ദു എന്ന പേര് കൊണ്ടുവരാൻ വളരെ സന്തോഷമേ ഉള്ളൂ. അത് നിരന്തരം ചെയ്യുകയും ചെയ്യും. ഞാൻ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും പ്രയത്നിക്കുന്നതും ഹിന്ദുക്കളിൽ മാറ്റം വരുത്താനാണ്. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യവും എൻ്റെ മാർഗവും ഒറ്റ ലക്ഷ്യമാണ്: ഹിന്ദു എന്ന സംസ്കാരത്തോടെ എല്ലാവരെയും ഇഴുകിച്ചേർന്ന് കൊണ്ടുവരിക. അതിലിനി ദുർവ്യാഖ്യാനോ വ്യാഖ്യാനത്തിന്റെ ഒരു പരിപാടിയില്ല. നമുക്ക് ഈ കേരളത്തിലും മാറ്റം വരുത്തണം, വരും. അതിന് അടിമുടി പഠിപ്പിക്കാൻ സാധ്യമല്ല. കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി ഇച്ഛാശക്തി ഉണ്ടാക്കാം. എന്താ ഇതിനകത്തുള്ളത് എന്നൊരു തോന്നല് അതുണ്ടാക്കാം. അതൊന്ന് അന്വേഷിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാക്കാം. മറ്റു മതങ്ങളും സനാതന ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താം. അതൊക്കെ ആരുടെയെങ്കിലും മനസ്സിലേക്കും തലച്ചോറിലേക്കും കുത്തിച്ചെലുത്തി അവരെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. വേണമെങ്കിൽ അംഗീകരിക്കേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ഹിന്ദുക്കളുടെ കാര്യം എവിടെയെങ്കിലും താലിബാനെ കുറിച്ചോ ജിഹാദിയെ കുറിച്ചോ തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞാൽ പൂര തെറിയുമായിട്ടാണ് മുസ്ലിങ്ങൾ വരിക. ഇപ്പൊ 95% മുസ്ലിങ്ങൾ ഇപ്പൊ തെറി പറഞ്ഞുകൊണ്ട് വരണില്ല. എന്തേ കാരണം? പറഞ്ഞാൽ അതിന്റെ ഒരു 10 ഇരട്ടി തിരിച്ചു കിട്ടുന്ന മനസ്സിലായി. അതാണ്. അത് മാത്രമല്ല, മുസ്ലിങ്ങൾക്കും അവരുടെ പുസ്തകം പഠിക്കണമെന്നൊരു തോന്നൽ വരുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ പുസ്തകം പഠിക്കണമെന്നൊരു തോന്നൽ വരുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് അവരുടെ പുസ്തകം പഠിക്കണം എന്നുള്ള തോന്നൽ അതൊരു പ്രത്യേക രീതിയിലുള്ള തോന്നലാണ്. എന്തേ കാരണം? ഇത്രയും അധികം പുസ്തകങ്ങൾ ഉള്ളപ്പോൾ നമ്മളോട് ഇത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റണില്ലല്ലോ. മറ്റുള്ളവർക്ക് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് അയാൾ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള അന്വേഷണമാണ് അവര്. നമ്മളില് ഇത്രയും അധികം അറിവുള്ളപ്പോൾ നമ്മൾ ഇതൊന്നും അന്വേഷിച്ചില്ലല്ലോ എന്നുള്ള ഒരു തോന്നലാണ് നമ്മളിൽ. 3 വ്യത്യാസം അതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോ പ്രവാചകനെ കുറിച്ചും ഖുറാനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ കരിം പച്ചയ്ക്ക് പറയുന്നത് ഒരു 3 മാസം മുമ്പ് നടക്കുമായിരുന്നോ? അതുപോലെ മതപരിവർത്തനത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ പറയുമായിരുന്നോ? അതുപോലെ ഹിന്ദുക്കളെ അവഹേളിച്ചാൽ തിരിച്ച് അതേപോലെ കൊടുക്കാൻ ഹിന്ദുക്കളിലെ തിന്മകൾ ചെയ്യുന്ന സന്യാസിമാർ, കാവി വസ്ത്രമുടുത്ത് ഹിന്ദുക്കൾക്കെതിരെ ചെയ്യുന്നവര്, അവർക്കിട്ടും ശരിക്കും കൊടുക്കാൻ നമുക്കറിയാം. അത് മതി.
കാരണം ഇവിടെ ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷ വ്യത്യാസം ഇല്ലാതെ നന്മകളെ തിരിച്ചറിയാനുള്ള ഇച്ഛാശക്തി ഉണ്ടാക്കാം. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളായി തന്നെ കാണുക. അവർക്കൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഞാനൊരു 100 പ്രാവശ്യം പറയാൻ അഭിമാനത്തോടു കൂടി ശ്രമിക്കുകയാണ്. കൊടുക്കുന്നുണ്ട്, കൊടുക്കാതെ ഇരിക്കുന്നില്ല. 1 മാസം മുമ്പ് ഒക്ടോബർ മാസം സെപ്റ്റംബർ 28-ാം തീയതി മറ്റ് മതക്കാരുടെ ചില പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹിന്ദുക്കൾ വലുതായിട്ട് പ്രതികരിക്കില്ല. കാരണം നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ പെടുന്നത്? ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ 100 ഇരട്ടി ശക്തിയോടുകൂടി പ്രതികരിക്കുന്നുണ്ട്. അത് നമ്മുടെ സംസ്കാരദ്രോഹവും രാഷ്ട്രദ്രോഹത്തിന്റെയും എന്തെങ്കിലും ഒരു വാക്ക് അതിനകത്തുണ്ടെങ്കിൽ എന്താ ഇതിന് കാരണം? നമ്മുടെ പൈതൃകം നമ്മൾ പഠിച്ചതല്ല. കാരണം പൈതൃകം അത്ര എളുപ്പത്തിലൊന്നും പഠിക്കാൻ സാധിക്കില്ലല്ലോ. പക്ഷെ പൈതൃകം പഠിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടായപ്പോഴുള്ള റിയാക്ഷനാണത്. പൈതൃകം പഠിക്കണമെന്ന ഇച്ഛാശക്തി ഉണ്ടായപ്പോഴുള്ള റിയാക്ഷനാണത്. അത് മതി. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും ധന്യമായ ഒരു മാറ്റത്തിന് കാരണമാവും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് 21-ാം നൂറ്റാണ്ടിൽ അനുയോജ്യമാം വിധത്തിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. അത് ഞാൻ കഴിഞ്ഞ ഭാഗവതത്തിൽ കാര്യത്തിലും പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ത്രേതായുഗത്തിലല്ല, ദ്വാപരയുഗത്തിലല്ല, കലിയുഗത്തിലല്ല. കലിയുഗത്തില് എന്നുള്ള വാക്കേ ഇപ്പൊ പ്രാധാന്യമില്ല. 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ. അതാണ് ഇമ്പോർട്ടന്റ്. അൾട്രാ മോഡേൺ സയന്റിഫിക് ഇറ. അതുകൊണ്ട് കുറെ ശാസ്ത്രീയമായിട്ടും സയൻസ് പരമായിട്ട് വേണമെന്നില്ല. ശരിക്കും ഒരു വരികയാണെങ്കിൽ എക്കണോമിക്കലി, സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി, സ്പിരിച്വലി, സൈക്കോളജിക്കലി, മെന്റലി, സോഷ്യോളജിക്കലി, ഈ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് നോക്കാം. സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി, സോഷ്യലി, സ്പിരിച്വലി, ആന്ത്രപ്പോളജിക്കലി, മെന്റലി, എക്കണോമിക്കലി, ഏത് വാക്ക് വേണമെങ്കിൽ എടുക്കാം. അതിലൂടെ വിവരിക്കാം. അപ്പൊ നമുക്ക് സയൻസ് തന്നെ അന്വേഷിച്ചു പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലതൊന്നും സയൻസിലൂടെ പറയാൻ സാധിക്കില്ല, വേണ്ട. എക്കണോമിക്സിലൂടെ പറയാൻ പറ്റുമോ? മാനേജ്മെന്റിലൂടെ പറയാൻ പറ്റുമോ? അത് സോഷ്യോളജിയിലൂടെ പറയാൻ പറ്റുമോ? ആന്ത്രപ്പോളജിയുടെ നരവംശാസ്ത്രത്തിലൂടെ പറയാൻ പറ്റുമോ? സൈക്കോളജിയിലൂടെ പറയാൻ പറ്റുമോ? മെന്റലി പറയാൻ പറ്റുമോ? സ്പിരിച്വലി പറയാൻ പറ്റുമോ? എക്കണോമിക്കലി പറയാൻ പറ്റുമോ? പറയുക. ആൾക്കാർക്ക് വേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുന്ന വിധത്തിൽ ക്ലാസിഫൈ ചെയ്ത് പറയാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കാം. ആ ഇച്ഛാശക്തി കിട്ടിയാൽ അവർ റെഡിയാണ്. സ്കൂളിന്റെ ഗേറ്റിൽ കുട്ടികളെ, നമ്മുടെ മക്കളെ കൊണ്ടുവിടുക, അവിടം വരെ എത്തിച്ചാൽ മതി. പിന്നെ ഒരു ക്ലാസ് റൂമിൽ പോയിരുന്ന് പഠിച്ചവർ തിരിച്ചു വന്നോളൂ. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിനി വിഭൂതി യോഗത്തിലേക്ക് ഒന്ന് കടക്കാം. വിഭൂതി യോഗത്തില് യഥാർത്ഥത്തില് ഈ നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ തന്നെ പറയാറുണ്ട് ചിലരെ കുറിച്ച്. അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മോശമാണ്. അയാള് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര വാശിക്കാരനാണ്. നമ്മൾ വിചാരിക്കണ മാതിരിയല്ല. മറ്റേ ആൾ എന്താ പറയുക? അത് അയാളുടെ നേച്ചറാണോ? അത് അയാളുടെ സ്വഭാവമാണോ? എന്താ സ്വഭാവം എന്ന വാക്കിന്റെ അർത്ഥം? സ്വ പ്ലസ് ഭാവം. സ്വ എന്ന് പറഞ്ഞാൽ സ്വന്തം, സ്വതസിദ്ധമായ സ്വന്തം ഭാവം. സ്വഭാവം, സ്വതസിദ്ധമായ ഭാവം, അത് അയാളുടെയാണ് നേച്ചർ. അതാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്. അയാളുടെ നേച്ചർ അതാണ്. അപ്പോ കൃഷ്ണൻ നമ്മളോട് പറയാൻ പോകുന്നത്, ഈ പ്രപഞ്ചമാണ് പുലിക്ക് പുലിയുടെ സ്വഭാവം കൊടുത്തത്, സിംഹത്തിന്, ആനയ്ക്ക്, കഴുതയ്ക്ക്, ഒട്ടകത്തിന് ആ സ്വഭാവം തന്നെ കൊടുത്തത് ദൈവം തന്നെയാണ്. നരസിംഹാവതാരമായിട്ടാണ് ഒട്ടകങ്ങൾക്ക് ആ സ്വഭാവം കൊടുത്തത്. അതുകൊണ്ട് അതിലെ പലതും ജിഹാദികളും തീവ്രവാദികളും ആവുന്നത്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ സ്വഭാവം കൊടുക്കാൻ കാരണം വൈവിധ്യമാർന്ന സ്വഭാവം ഒരു മൃഗത്തിന് അതിന്റെ ഓഫ്സ്പ്രിങ്, അതിന്റെ തലമുറകളില്. മൂവാണ്ടൻ മാങ്ങയിൽ മൂവാണ്ടനേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു മാങ്ങ ഉണ്ടാവില്ല. അതെന്താ? അത് അതിന്റെ നേച്ചറാണ് അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അതാരാ കൊടുത്തത്? അത് ഞാനാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. ആ കൃഷ്ണൻ ഏതാ? ഫിസിക്കൽ കൃഷ്ണനല്ല, കോസ്മിക് കൃഷ്ണനാണ്.
പ്രപഞ്ചത്തെ എന്നിലൂടെ കാണുക. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി കാണുന്നത് കണ്ണാടിയിലൂടെ എന്നെയാണ് കാണുന്നത്, കണ്ണാടിയെ അല്ല കാണുന്നത്. അപ്പൊ കൃഷ്ണനിലൂടെ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കുന്ന നിങ്ങൾക്ക് കണ്ണടച്ച് ആ കൃഷ്ണനാണ് ഈ പ്രപഞ്ചത്തിലെ എന്ന് വിചാരിക്കാം. നേരത്തെ ഭീഷ്മർ പറഞ്ഞ മാതിരി ഇത് ദേവകീപുത്രനായിട്ടുള്ള കൃഷ്ണനല്ല, അതല്ലെങ്കിൽ അർജുനന്റെ ബന്ധുവായിട്ടുള്ള കൃഷ്ണനല്ല. പക്ഷെ ആ കൃഷ്ണനാണ് അതിനപ്പുറമുള്ള ശക്തി. ജീവാത്മാവ് പരമാത്മാവിനെ വിവരിക്കുന്ന മാതിരി, ജീവാത്മാവ് പരമാത്മാവിനെ വിവരിക്കുന്ന മാതിരി എന്നുള്ളത് ഗോപാലകൃഷ്ണൻ സാറെ നിങ്ങൾക്ക് തോന്നിയ മാതിരി പറയുകയാണോ, അല്ലെ ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് തോന്നിയ മാതിരി പറയുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആ ബ്രയൻ എൽ വൈസ് എഴുതിയ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിലെ കാതറിൻ എന്ന പെൺകുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം കഴിഞ്ഞ് നീ പറയുന്നുണ്ടല്ലോ, നീ ഇന്ന സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് മരിച്ചു, പിന്നെ നീ ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാലും പറയുന്നില്ല, പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടല്ലേ നീ പറയുന്നത്, അതെന്താ ഈ ഡിലേ വരാൻ കാരണമെന്ന് കാതറിനോട് ബ്രയൻ എൽ വൈസ് ചോദിക്കുന്നുണ്ട്. പ്രൊഫസർ അത് പറയുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യം ഞാൻ മാസ്റ്റർ ഏഞ്ചലിന് കൈമാറുകയാണ്. മാസ്റ്റർ ഏഞ്ചൽ എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഉത്തരം പറയുന്നത്. ഒരു ഇംഗ്ലീഷുകാരന്, അമേരിക്കക്കാരന്, ക്രിസ്ത്യന് പരമാത്മാവ് എന്ന വാക്ക് വരില്ല, ജീവാത്മാവ് എന്ന വാക്കും വരില്ല. പക്ഷെ ജീവാത്മാവ് ഇപ്പോൾ വരുന്നുണ്ട്, സോൾ. ആ സോളിന്റെ ഇൻഫിനിറ്റിയാണ്. അതിനെന്താ ഇംഗ്ലീഷ് പറയാ പരമാത്മാവിന്? ഇല്ല. അപ്പോ മാസ്റ്റർ ഏഞ്ചൽ എന്ന് അങ്ങേര് കൊടുത്തു, മാസ്റ്റർ ഏഞ്ചൽ എന്ന് അങ്ങേര് കൊടുത്തു. അപ്പൊ മാസ്റ്റർ ഏഞ്ചലിനോട് ചോദിച്ചിട്ട് വേണം എനിക്ക് സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ. എന്ത് നല്ല ആൻസറാത്, എന്ത് ഗംഭീരാണ്. അപ്പൊ കൃഷ്ണൻ എന്ന ജീവാത്മാവ് ഉള്ള ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പരമാത്മാവുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് പറയാണ്, പരമാത്മാവിന്റെ ബന്ധത്തെക്കുറിച്ച്. അതിനോട് സാമ്യമുള്ളതാണ് ഈ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തില്. നീ ഇത്രയും കാലമായിട്ട് മനുഷ്യജന്മം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, മൃഗങ്ങളായിട്ടും സസ്യങ്ങളായിട്ടും മരങ്ങളായിട്ടും നിനക്ക് ജന്മം കിട്ടിയിട്ടില്ലേ എന്ന ചോദ്യത്തിന് കുറേ നേരം ആ കുട്ടി ഉത്തരം പറയണില്ല. അതിനുശേഷം ഉത്തരം പറയുന്നു. അപ്പൊ പറയുന്ന ഉത്തരം, എനിക്ക് മരങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും ജനിച്ചതിന്റെ റിക്കളക്ട് ചെയ്യാൻ പറ്റണില്ല. എന്താ ഇത്ര വൈകിയത് റിപ്ലൈ തരാൻ? എനിക്ക് മാസ്റ്റർ ഏഞ്ചൽ പരമാത്മാവിന്റെ റിപ്ലൈ കിട്ടിയിട്ട് വേണം നിങ്ങളോട് പറയാൻ. ഈ സോക്രട്ടീസിന്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടുപേരും പഠിച്ചതാണ്. ഇപ്പൊ ഇത് ഏതാണ്ട് 2000 AD അടുത്ത് എത്തിയിരിക്കുന്നു, 2000 AD അപ്പൊ ഇത്രയും കാലമായിട്ട് നീ ഇങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ട് ഇതെന്നാ അവസാനിക്കുക? ആ കുട്ടി ഉത്തരം പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു, the individual soul when get dissolved in the cosmic soul there ends the matter. അത് കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേരുമ്പോൾ കഴിഞ്ഞു. അത് എപ്പോഴാ സാധിക്കുക? ആ കുട്ടി ഉത്തരം പറയണില്ല. കുറെ കഴിഞ്ഞ് ഉത്തരം പറയുന്നു, when my soul reaches 6th level, 6ാമത്തെ ലെവൽ എത്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, ഇപ്പൊ നിന്റെ സോൾ എത്രാമത്തെ ലെവലാ? ഉത്തരമില്ല. കുറെ കഴിഞ്ഞിട്ട് ഉത്തരം പറയുന്നു, മാസ്റ്റർ ഏഞ്ചലിനോട് ചോദിച്ചിട്ട് 2nd ലെവൽ. ഇപ്പൊ സോള് 2nd ലെവലിൽ എത്തിയിട്ടുള്ളൂ, ഇനി 6th ലെവൽ ഉണ്ട്. ഇത് ശരിക്കും സയന്റിഫിക്കലി സൈക്കോളജിക്കലി വിവരിച്ചിരിക്കുന്ന ആ പുസ്തകം നിങ്ങൾക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ മലയാളത്തിൽ DC ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നല്ല രസമാണ്. ഭഗവാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് നമുക്ക് കറക്റ്റായിട്ടൊന്ന് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻട്രാപ്പൊളേറ്റ് ചെയ്യുക. ഇങ്ങോട്ടൊക്കെ എടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ എടുക്കാം. എന്നിട്ട് കമ്പയർ ചെയ്യുക. വേർഡ് ബൈ വേർഡ് രണ്ടും ഒന്നല്ല, ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പൊ മനസ്സിലാവും എന്റെ ഈശ്വര എത്ര സയന്റിഫിക് ആണോ. ഇത് 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാ. മറ്റേത് ഏതാണ്ട് 10-20 വർഷമായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഒന്നുകൂടി നോക്കാം. ഭൂയയേവ മഹാബാഹോ ശൃണുമേ പരമം വചഃ. നിനക്ക് ഇച്ഛാശക്തി ഉണ്ടായിപ്പോ ഈ 10ാമത്തെ അധ്യായത്തിൽ എത്തിയപ്പോൾ നിനക്ക് ഞാൻ ഇത്രയും നേരം ഉപദേശിച്ചപ്പോ ഞാൻ ആരാണെന്ന് കൃഷ്ണൻ ഉപദേശിച്ചിട്ടേയില്ല. 2ാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, പിന്നെ കർമ്മസന്യാസയോഗം, അങ്ങനെ ഓരോന്ന് ഉപദേശിച്ചപ്പോഴൊക്കെ ഇടയ്ക്ക് വെച്ച് കൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ ആരാണ് ഇതൊക്കെ പറഞ്ഞു തരാൻ?
ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട്, പല ജന്മങ്ങളിലൂടെ കടന്നുപോയത് നീ ഓർമ്മിക്കുന്നു, ഞങ്ങളിത് ഓർമ്മിക്കുന്നില്ല. അപ്പൊ നിന്റെ ഏതൊക്കെ ജന്മമായിരുന്നു? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് കൃഷ്ണൻ വിഭൂതി യോഗത്തിൽ ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാം. ആ ലെവലിലെത്തിയിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കണം. നമുക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഷഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരൊട്ടകം, നല്ല ഒട്ടകം തന്നെയാണത്, അതാ വേറെ പേരൊന്നുമില്ല. മുസ്ലിം ഷഹാബുദ്ദീൻ എന്ന് കേട്ടാൽ മനസ്സിലാവില്ല. ഈ രാമായണത്തിലും മഹാഭാരതത്തിലും ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നുമില്ലാത്തത് കൊണ്ട് അത് വിശ്വസിക്കരുത് എന്നാണ് ഷഹാബുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, ഈ ഇസ്ലാം മതം സ്ഥാപിച്ച ആൾക്ക് 36 വെപ്പാട്ടികൾ ഉണ്ടെന്നും ആ വെപ്പാട്ടികളെ ബാക്കി ആരും നോക്കാതെ പർദ്ദ അണിയണമെന്നും 6 വയസ്സുള്ള ഒരു പെൺകുട്ടി എനിക്ക് മുഹമ്മദ് നബിയെ കെട്ടണമെന്ന് പറഞ്ഞാണ് കെട്ടിയതെന്നും ഇല്ലെങ്കിൽ കെട്ടില്ലായിരുന്നു എന്നും മകന്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അമ്മാവൻ ഫാദർ ഇൻ ലോ കെട്ടിയതാണെന്നും അതിനൊക്കെ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചതാണെന്നും കറക്റ്റ് ചരിത്രത്തിന്റെ ഭാഗമുണ്ട്. രാമായണത്തിൽ ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. വേണ്ട, രാമായണത്തിൽ ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ചരിത്രം പറഞ്ഞുകൊണ്ടാണോ രാമായണം ആരെങ്കിലും വിവരിക്കാറുള്ളത്? കർക്കിടക മാസത്തിൽ നമ്മൾ വായിക്കാറുള്ളത്? ഭഗവത്ഗീത നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ചോദിക്കാറുണ്ടോ കലിയുഗം ആരംഭിച്ചത് എന്നാന്ന്? അല്ലെങ്കിൽ ഏത് ദിവസമാണ് കൃഷ്ണൻ ഈ യുദ്ധത്തിൽ ഇത് ഉപദേശിച്ചതെന്ന്? ഏത് ദിവസമാണെങ്കിൽ എന്താ? ഭൂമി ഉരുണ്ടതാണെന്ന് മെഗല്ലനോ അല്ലെങ്കിൽ കോപ്പർനിക്കസോ ഗലീലിയോയോ അല്ലെങ്കിൽ സർ ഐസക് ന്യൂട്ടനോ കണ്ടുപിടിച്ചത് എന്നാണ്? എന്നായാൽ എന്താ? ഭൂമി ഉരുണ്ടതാണെന്ന് അന്നും അറിയാം, അതിന്റെ മുമ്പിലും അറിയാം. ഇവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഭൂമി ഉരുണ്ടതായിരുന്നു, ഇപ്പോഴും ഭൂമി ഉരുണ്ടത് തന്നെയാ. ആരോ ഒരാൾ പറഞ്ഞ മാതിരി തന്നെ സർ ഐസക് ന്യൂട്ടൻ ആപ്പിൾ തലയിൽ വീഴുമ്പോഴത്തേക്കാണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ചത്. അതിനു മുമ്പും ഗ്രാവിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ രാമായണത്തിലെ സന്ദേശങ്ങൾ എക്കാലത്തും ഉണ്ടായിരുന്നു. ചരിത്രം അതിന്റെ പുറകിലില്ലെങ്കിൽ എന്താ? ഹനുമാൻ ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്ക് ചാടിയത് കൊണ്ട് നിങ്ങൾ എല്ലാവരും മതം മാറി ഹിന്ദു ആവണം നമ്മൾ പറയുന്നുണ്ടോ? അതുമാതിരി ശ്രീരാമൻ കാട്ടിലേക്ക് പോയി രാവണ നിഗ്രഹം നടത്തി അധർമ്മത്തെ ഇല്ലാതെയാക്കിയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളാവണം. നമ്മൾ രാമനെ കച്ചവടം നടത്താറുണ്ടോ? നമ്മൾ ഹനുമാനെ കച്ചവടം നടത്താറുണ്ടോ? രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ കച്ചവടം നടത്താറുണ്ടോ? നമ്മൾ ഈശ്വര ചൈതന്യത്തെ കച്ചവടം നടത്താറുണ്ടോ? ഈശ്വരീയ അവതാരങ്ങളെ കച്ചവടം നടത്താറുണ്ടോ? കൃഷ്ണനെ കച്ചവടം നടത്താറുണ്ടോ? ഇല്ല, അറിയിക്കാറുണ്ട്. അത് നമ്മുടെ ദൗത്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഷഹാബുദ്ദീൻ പറഞ്ഞ ചരിത്രത്തിന് സാക്ഷിയുള്ളത് ഇതാണ്. യഥാർത്ഥത്തില് പ്രവാചകൻ അതെല്ലാം പറഞ്ഞു എന്നുള്ളതിന് എന്താ തെളിവെന്ന് പറഞ്ഞാൽ, ഇപ്പൊ താലിബാനിൽ കാണുന്നതും മലപ്പുറത്ത് കാണുന്നതും കോഴിക്കോട് കാണുന്നതും കാസർഗോഡ് കാണുന്നതും എല്ലായിടത്തും നിരന്തരം കാണുന്നതും അത് തന്നെയാണ് ചരിത്രപരമായ തെളിവ്. അന്ന് പറഞ്ഞത് തന്നെ ഇന്ന് നടത്തുന്നു. എന്ത് തെളിവാണ് അല്ലേ ഷഹാബുദ്ദീനെ? ഇത് കൃത്യമായിട്ടുള്ള ചരിത്ര തെളിവാണുള്ളത്. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതും ഇപ്പൊ നടക്കുന്നതും ഇനി നടന്നതും നടക്കാൻ പോകുന്നതും എല്ലാം ചരിത്രപരമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. എന്ത് ഗംഭീരല്ലേ? ഏതായാലും അങ്ങനെയുള്ളതല്ല നമ്മൾ. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അവതാരമായ മനുഷ്യരൂപമായ കൃഷ്ണൻ പറയുന്നു, ഇച്ഛാശക്തി അർജുനനിൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് പറഞ്ഞത്. അറിവ് കൊടുത്തിട്ടാണ്. നമ്മൾ സാധാരണ പറയും ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടാക്കണം എന്നാണ് പറയുക. ഇവിടെ ഇച്ഛാശക്തി ഉണ്ടാകുന്നതിന് മുമ്പ് കൃഷ്ണൻ ജ്ഞാനശക്തി കുറെ കൊടുത്തു. ജ്ഞാനത്തെക്കുറിച്ച് തന്നെ ജ്ഞാനശക്തി കൊടുത്തു, കർമ്മത്തെക്കുറിച്ച് കർമ്മസന്യാസത്തെക്കുറിച്ച് എല്ലാത്തിനെ കുറിച്ച് കൊടുത്തു. ഭക്തി നേരെ മാറ്റിവെച്ചു. എന്തേ കാരണം? ഭക്തി അത്ര ഇമ്പോർട്ടന്റ് അല്ല കുരുക്ഷേത്ര ഭൂമിയിലും എനിക്കും നിങ്ങൾക്കും. ആദ്യവും അവസാനവും വേണ്ടത് ജ്ഞാനയോഗവും കർമ്മയോഗവുമാണ്. അതിനിടയ്ക്ക് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, നമ്മൾ സിമന്റ് പ്ലാസ്റ്റർ ഇഷ്ടികയൊക്കെ ഇടയ്ക്കിടുന്ന മാതിരി ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ ലെവലിലെത്തിയ അർജുനന്റെ ചോദ്യങ്ങൾ വളരെ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് എത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇനിയും നിനക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ഈ പ്രകൃതി ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, കോസ്മിക് ഫോം ഓഫ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, എപ്തേ അഹം പ്രിയമാണായ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എന്തേ കാരണം? നിനക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്, നിനക്ക് ഇച്ഛാശക്തി ഉണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ ഇച്ഛാശക്തി നിനക്ക് ഉണ്ടെങ്കിലാണ് ഞാൻ തരാമെന്ന് പറഞ്ഞത്. തേ അഹം പ്രിയമാണായ വക്ഷ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്.
അങ്ങനെയുള്ള നിനക്ക് നിന്നോട് അഹം വക്ഷ്യാമി ഹിതകാമ്യയ വളരെ 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 അപ്രോപ്രിയേറ്റ് ആയിട്ട് നിനക്കറിയാൻ താല്പര്യമുള്ളത് കൊണ്ട്, നിനക്കറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇതാ നിനക്ക് പറഞ്ഞു തരുന്നു. ഒരു കാര്യം പറയാം, സാധാരണക്കാർക്ക് ആർക്കും ഞാൻ എന്ന കൃഷ്ണനെ കുറിച്ചും എന്റെ കോസ്മിക് ഫോമിനെ കുറിച്ചും അറിഞ്ഞുകൂടാ അർജുന. അവരറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് വേദം എല്ലാവരും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം വേദത്തിന്റെ ലെവല് ഹയസ്റ്റ് ആണ്. നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഫാനും എയർ കണ്ടീഷണറും ഫ്രിഡ്ജും നമ്മുടെ എല്ലാ ക്യാമറയും എല്ലാം പ്രവർത്തിപ്പിക്കുന്നു. പക്ഷെ ആ ഇലക്ട്രിസിറ്റി കൂടംകുളത്തെ ആറ്റമിക് റിയാക്ടറിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിഞ്ഞാലേ ഞാൻ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടോ? ഇല്ലല്ലോ. സുഗതകുമാരി കൂടംകുളത്തിനെതിരെ സമരം ചെയ്തു, VS അച്യുതാനന്ദൻ സമരം ചെയ്തു. പക്ഷെ അവരുടെ വീട്ടിലൊക്കെ ലൈറ്റ് കത്തുന്നതും എയർ കണ്ടീഷൻ കറങ്ങുന്നതും ഒക്കെ കൂടംകുളത്തെ ഇലക്ട്രിസിറ്റി തന്നെയാണ് അല്ലേ? അത് അവിടെ എന്താ നടക്കുന്നത്, എന്താ നടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടെങ്കിലും അവിടെ നിന്ന് വരുന്ന എല്ലാ പവർ ഇലക്ട്രിസിറ്റിയും നമുക്ക് ഉപയോഗിക്കാവുന്നത് പോലെ ശ്രീകൃഷ്ണൻ ആരാണെന്ന് ഡീപ്പർ ദാൻ ദ ഡീപ്പസ്റ്റ് നോളജ് വി ഡു നോട്ട് ഹാവ് ആൻഡ് വി ആർ നോട്ട് എക്സ്പെക്ടഡ് ടു ഹാവ് ദാറ്റ് വൺ ആൻഡ് വി നീഡ് നോട്ട് ഹാവ് ദാറ്റ് വൺ. അത് വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, നമേ വിദുഹു സുരഗണ. ഈശ്വരീയമായ ലെവലിലേക്ക് അവതാരങ്ങളായിട്ട് എത്തിയിരിക്കുന്ന ഋഷിവര്യന്മാർക്ക് പോലും, ഈശ്വരീയമായ ലെവലിലേക്ക് എത്തിയിരിക്കുന്നവർക്ക് പോലും കൃത്യമായിട്ട് അർജുന ഞാൻ ആരാണെന്ന് അറിഞ്ഞൂടാ. പ്രഭവന്ന മഹർഷയ, മഹാഋഷിമാരെയാണ് മഹർഷി എന്ന് പറയാം. മഹാപ്രഭു എന്ന് പറയാം, മഹാജ്ഞാനി എന്ന് നമ്മൾ പറയാറില്ലേ, മഹാൻ എന്ന് പറയാറില്ലേ, മഹാഋഷിയാണ് മഹർഷി. ഇപ്പൊ മഹർഷിമാർക്കും എന്നെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അഹം ആദിർഹി ദേവാനാം. ഈ ദൈവീകമായ പ്രകൃതി ചൈതന്യത്തിന്റെ എല്ലാം ആരംഭം, അതിനേക്കാൾ മുമ്പ് എന്ന് പറയാം. ബിഗിനിങ് ഓഫ് ദ ബിഗിനിങ്, ഐ വാസ് ദ ബിഗിനിങ് ഓഫ് ദി ബിഗിനിങ്. ആരംഭത്തിന്റെ ആരംഭം എന്നിൽ നിന്നാണ്, ആരംഭത്തിന്റെ ആരംഭം എന്നിൽ നിന്നാണ്. മഹർഷീണാം ച സർവശഃ. അറിവിന്റെ പരമകാഷ്ഠയിൽ എത്തിയിരിക്കുന്ന മഹാഋഷിവാര്യന്മാർക്കും മുമ്പ്, അതിനേക്കാൾ മുമ്പ് ഞാൻ ഇതാ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നു. അർത്ഥം, ഈ പ്രപഞ്ച ചൈതന്യം നിലനിന്നിരുന്നു. വെറും തേങ്ങാപ്പിണ്ണാക്ക് മാതിരിയല്ല. എങ്ങനെയാന്ന് പറയാ? കൊപ്ര ഇസ് ഈക്വൽ ടു തേങ്ങാപ്പിണ്ണാക്ക് പ്ലസ് വെളിച്ചെണ്ണ. കൊപ്ര ഇസ് ഈക്വൽ ടു തേങ്ങാപ്പിണ്ണാക്ക് പ്ലസ് വെളിച്ചെണ്ണ. പക്ഷേ തേങ്ങാപ്പിണ്ണാക്ക് പ്ലസ് വെളിച്ചെണ്ണ ഈസ് നോട്ട് ഈക്വൽ ടു കൊപ്ര. തേങ്ങാപ്പിണ്ണാക്ക് പ്ലസ് വെളിച്ചെണ്ണ ഈസ് നോട്ട് ഈക്വൽ ടു കൊപ്ര. ഈ പ്രപഞ്ചത്തില് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഈശ്വരീയ ഭാവങ്ങൾ ഉണ്ടാവുമ്പോൾ, ഋഷിമാരുണ്ടാവുമ്പോൾ, ജ്ഞാനികൾ ഉണ്ടാവുന്നതിന് മുമ്പും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരത്തിലും ഇന്റഗ്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു സിനിമയില്, ക്ലാസ്മേറ്റ് എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു, പള്ളിയിലച്ഛനായിട്ടുള്ള ജഗതി ശ്രീകുമാർ അവരോട് പറയുന്നുണ്ട്, ഞാനും അച്ഛനും തമ്മിലുള്ള ദൂരം എത്രയാണോ അത്ര തന്നെയല്ലേ ഉള്ളൂ അച്ഛോ, അച്ഛനും ഞാനും തമ്മിലുള്ള ദൂരം. അതിന് ജഗതി പറയുന്നത്, അങ്ങനെ അല്ലടാ മോനെ, അങ്ങനെ അല്ലടാ മോനെ. ക്രിസ്തുമസിൽ നിന്ന് ന്യൂ ഇയർ ഡേയിലേക്കുള്ള ദൂരം അല്ലല്ലോ ന്യൂ ഇയർ ഡേയിൽ നിന്ന് ക്രിസ്തുമസിലേക്കുള്ള ദൂരം. അടിച്ചു ഫ്ലാറ്റ് ആക്കിയില്ലേ? എന്ത് ഗംഭീരമായിട്ടുള്ള വരികളാണ്. അത് ജഗതി തന്നെ പറയണം. ഭാരതത്തിന്റെ, കേരളത്തിന്റെ സമ്പത്താണ് ജഗതി ശ്രീകുമാർ. അതായത് ക്രിസ്തുമസിൽ നിന്ന് ന്യൂ ഇയറിലേക്കുള്ള ദൂരമല്ല, ന്യൂ ഇയറിൽ നിന്ന് ക്രിസ്തുമസിലേക്കുള്ള ദൂരം. ഈ വരികളൊക്കെ തലയ്ക്കകത്ത് ഉണ്ടാവണം. എന്തിനറിയോ? ആസ്വദിക്കാൻ. നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ഇന്നലെ 2-3 പേര് എഴുതിയിട്ടുണ്ട്, സാറേ നമുക്ക് ഭഗവത്ഗീത 1 മണിക്കൂർ ആക്കിക്കൂടെ എന്ന്. അതാ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. ശരിക്കും ഇങ്ങനെയുള്ള വരികൾ വരുമ്പോഴാണ് നമ്മളെ മറന്ന് ഏതോ ഒരു ലോകത്തിലെത്തിയിട്ട് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ എല്ലാ കമന്റുകളും അതേപോലെ തന്നെയാണ് കേട്ടോ. ഷഹാബുദ്ദീന്റെ ഉൾപ്പെടെ വളരെ പോസിറ്റീവാണ്. നമുക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റണ്ടേ? ഇതുമാതിരി നമേ വിദുഹു സുരഗണ പ്രഭവന്ന മഹർഷയ അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. എല്ലാത്തിന്റെയും ദ ബിഗിനിങ് ഓഫ് ദി ബിഗിനിങ് ഞാനാണ്. ശ്ലോകം 3, യോ മാം അജം അനാദിം ച വേത്തി. യോ ആരാണോ, ഈ പ്രപഞ്ച ചൈതന്യത്തിന് ജനന മരണങ്ങളില്ല. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പൊ അതിന് ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും ഇല്ല, ബർത്തും ഡെത്തും ഇല്ലെന്ന് യോ മാം വേത്തി, എന്നെ അറിയുന്നു.
മാം അജം ജനനമില്ലാത്ത, അതുപോലെ തന്നെ അജം അനാദിം എല്ലാത്തിൻ്റെയും ആദ്യമുണ്ടായ ആള് ഈ ചൈതന്യമാണ്, പ്രപഞ്ച ചൈതന്യമാണ്. യോ വ്യക്തി ആരാണോ അറിയുന്നത് ലോകമഹേശ്വരം, ലൗകികമായി നിലനിൽക്കുന്ന സർവചരാചരത്തിൻ്റെയും ആരംഭം മഹാ പ്ലസ് ഈശ്വരം, ലോകം പ്ലസ് മഹാ പ്ലസ് ഈശ്വരം, ലൗകികമായി നിലനിൽക്കുന്ന സർവ്വതിൻ്റെയും ആധാരഭൂതമായ ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പാള്, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ഗൈഡ്, കോർഡിനേറ്റർ, അത് ഞാനാണെന്ന് ആരാണോ അറിയുന്നത് അസമ്മൂഢസമർത്ഥ്യേഷു, മൂഢനല്ലാത്തവനാണവൻ, ഇന്റലക്ച്വലി വളരെ ഉയർന്നവനാണ്. അസമ്മൂഢ എന്ന് പറഞ്ഞാൽ മോഹരഹിതനായിട്ട്, കൺഫ്യൂഷൻ ഇല്ലാതെ. അസമ്മൂഢ വെച്ചാൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇപ്പൊ ധാരാളം വ്യക്തികൾ പറയുന്നുണ്ട്. ഇന്നലെ ഗോപാലകൃഷ്ണപിള്ള രാത്രി വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞെന്തറിയാം, സാറേ ഇപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എല്ലാം കൃഷ്ണനാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, എല്ലാം കൃഷ്ണനാണ്. നമ്മുടെ മുരളി അക്കാഡമിക്കലി ഹൈ ക്വാളിറ്റി ഒന്നുമുള്ള ആളല്ല, ക്വാളിഫിക്കേഷൻ ഇല്ല. സാറേ ഭാഗവതാണ് ഇപ്പൊ ഞാൻ 2-3 പ്രാവശ്യം കേൾക്കുക. എന്റെ സാറേ അത് കേൾക്കും തോറും എനിക്ക് എന്തൊരു ഫീലിംഗാ ഉണ്ടാവാം. ഇതാണ് യഥാർത്ഥത്തില് അസമ്മൂഢ. കൺഫ്യൂഷൻ ഇല്ല. അത് വെറുതെ വാക്കുകളായിട്ട് എടുത്താൽ മതി കേട്ടോ. അതിന്റെ ഒന്നും ഇൻഡെപ്ത് മെസ്സേജിലേക്ക് ഒന്നും പോകണ്ട. ചുമ്മാ 6-ാം തമ്പുരാനിലെ മോഹൻലാൽ പറയുന്ന മാതിരി അയാൾക്ക് കൺഫ്യൂഷൻ ഇല്ല. എന്താ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പറയാറില്ലേ കൃഷ്ണാർപ്പണമസ്തു, കൃഷ്ണാർപ്പണമസ്തു. അതുപോലെ വേദത്തിന്റെ ക്ലാസ് കഴിയുമ്പോൾ പലരും പറയാറുണ്ട് ഇന്ദ്രാർപ്പണമസ്തു എന്ന്. എന്തേ പറയാൻ കാരണം, ഇന്ദ്രന്റെ മഹത്തായ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ആ റിക്കിലൂടെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ധരിച്ച ഇന്ദ്രനൊന്നും അല്ലല്ലോ ഇത് ഭാരതത്തിലെ ജനതയ്ക്ക് ഹൃദയമിടിപ്പുണ്ടാക്കുന്ന ചങ്കൂറ്റമുള്ള വീരശൂരധീര പരാക്രമിയായ സകല നന്മയുടെയും പ്രതീകമായ തിന്മകളെ ഉന്മൂലനം ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ഇന്ദ്രൻ വേദത്തിലുണ്ട്. ആ ഇന്ദ്രനാണ് ഈ വേദത്തിലൂടെ വിവരിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇന്ദ്രാർപ്പണമസ്തു നമ്മൾ പറയാറില്ലേ. ഇപ്പൊ നരേന്ദ്രമോദി അദ്ദേഹം ചെയ്യുന്നതില് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. ഞാൻ ഇപ്പൊ വൈകുന്നേരം കണ്ടത് ഇൻഫ്രാസ്ട്രക്ചറൽ ബാങ്ക് എന്ന് പറഞ്ഞ ഭാരതത്തിൽ ഒരു കിടിലൻ ബാങ്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ആവാൻ പോകുന്നു. അത് KV കമ്മത്ത് എന്ന ബാങ്കിങ് മണ്ഡലത്തിൽ, കനറ ബാങ്കിന്റെ ആളാണെന്ന് തോന്നുന്നു, പണ്ടുണ്ടായിരുന്നു. ആ മനുഷ്യനെയാണ് അതിന്റെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ എന്താ അറിയാമോ? ഇന്ന് വൈകുന്നേരം 4 മണിക്ക് എടുത്ത തീരുമാനമാണേ. ടൈറ്റിൽ എന്താ അറിയാമോ? മോഡി സെലക്ടഡ് KV കമ്മത്ത് ആസ് ദ ചെയർമാൻ ഓഫ് ദി ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക്. അല്ലാണ്ട് KV കമ്മത്ത് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ അല്ല, മോഡി സെലക്ടഡ്. വേറെ ഖരായ് എന്ന് പറയുന്ന ഒരാളെ 3 ദിവസം മുമ്പ് അങ്ങേര് തെരഞ്ഞെടുത്തിരുന്നു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിനകത്തെ സെക്രട്ടറി ആയിട്ട്. പറഞ്ഞത് ചെയ്യുക, ചെയ്യുന്നത് പറയുക, അങ്ങനെയുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെയാണ് ആ കമ്മത്തിനെ തെരഞ്ഞെടുത്തത്. ഒരു കൺഫ്യൂഷനും ഇല്ലാതെയാണ് ഖരയോ എന്താണ് പേര് കാരണം ഇപ്പുറത്തെ ഒരു വാക്കും കൂടിയാണ് തെരഞ്ഞെടുത്തത്. ഒരു കൺഫ്യൂഷനും ഇല്ലാതെയാണ് സമീർ വാങ്കഡയെ തുടരാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഒരു കൺഫ്യൂഷനും ഇല്ല അജിത് ഡോവലിന്റെ കാര്യത്തില്, ഒരു കൺഫ്യൂഷനും ഇല്ല ജയശങ്കറിന്റെ കാര്യത്തില്. വെറുതെ ചിന്തിച്ചു നോക്കും. ഒരു കൺഫ്യൂഷനും ഇല്ല രാജ്നാഥ് സിംഗിന്റെ കാര്യത്തില്. അങ്ങേരുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട സകല ഓഫീസുകളിലും ചെന്ന് എന്താ വെരിഫിക്കേഷൻ നടത്തിയത്, കസേരയിൽ ആരുണ്ട് ആരില്ല, എവിടെ പോയി അങ്ങ് വരും. നേരിട്ട് 100 കോടി വാക്സിൻ വന്നപ്പോഴത്തേക്കും ചില്ലിന്റെ ഇപ്പുറത്തിരുന്നുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചതാണ്. അത് ലോകം മുഴുവനും പ്രചരിച്ചു എന്നുള്ളതാണ്. മന്ദബുദ്ധിക്ക് അത് തലയ്ക്ക് ഏറ്റില്ല, കാരണം ലെവൽ അതാണല്ലോ. അതല്ലേ സംഭവിച്ചത്. അതായത് അസമ്മൂഢ, കൺഫ്യൂഷൻ ഒന്നുമില്ല. കൺഫ്യൂഷൻ ഇല്ലാത്ത ലെവലിലേക്ക് ഞാനും നിങ്ങളും എത്തിയാൽ പിന്നെ നമ്മുടെ നാടിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ പ്രസന്റും ഫ്യൂച്ചറും, പാസ്റ്റ് കഴിഞ്ഞതാണ്, പാസ്റ്റിനെ കുറിച്ച് ഇനി ചിന്തയില്ല, പ്രസന്റും ഫ്യൂച്ചറും കത്തി ജ്വലിച്ചുകൊണ്ട് പറയാൻ സാധിക്കണമെങ്കിൽ അസമ്മൂഢ എന്ന ലെവലിലേക്ക് എത്തണം. അസമ്മൂഢ സമർത്ഥ്യേഷു സർവപാപൈഹി പ്രമുച്യതേ. അയാള് സർവപാപൈഹി എന്ന് പറയുമ്പോൾ പാപം സിന്നല്ല, നെഗറ്റീവ്സ്. അതായത് ദുർമനസ്, ദുഷ്ചിന്തകള്, പാപകർമ്മം, പാപം.
പാപകർമ്മം പാപം, ദുർമനസ് അതിൽ നിന്ന് ദുഷ്ചിന്തകള്, അതിൽ നിന്ന് പാപകർമ്മം, അതിൽ നിന്ന് പാപം. അപ്പൊ സർവപാപൈഹി വിമുച്യത. കൺഫ്യൂഷൻ ഇല്ല, നെഗറ്റീവ് ഇല്ല, പോസിറ്റീവിലേക്കുള്ള പ്രയാണത്തിലേക്ക് അയാൾ എത്തും. കാരണം അയാൾക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇതിന്റെ മുഴുവനും ചൈതന്യം എന്ന് പറയുന്നത് കൃഷ്ണാർപ്പണമസ്തു എന്ന് നിങ്ങൾ പറയുന്ന ആ കൃഷ്ണൻ തന്നെയാണ്. എത്ര ഭംഗിയായിട്ടാ കൃഷ്ണൻ പറയുന്നത് എന്നുള്ളത് നോക്കുക. അത് കൃഷ്ണൻ തന്നെയാ പറയാം. എന്താണ്? എന്നെ അറിയുന്നവര് ഈ പ്രപഞ്ചത്തെ അറിയുന്നവരായി തീരുന്നു. 4-ാമത്തെ ശ്ലോകം നോക്കാം. ബുദ്ധി പ്ലസ് ജ്ഞാനം പ്ലസ് അസമ്മോഹ. കൺഫ്യൂഷൻ ഇല്ലാത്ത ബുദ്ധി ഉണ്ടാവണം. വെറുതെ ബ്ലൈൻഡായിട്ട് ഈശ്വരനെ ആരാധിക്കല്ല. ഞാൻ കൃഷ്ണനെ മാത്രമേ ആരാധിക്കുള്ളൂ, അങ്ങനെയല്ല. ഞാൻ വെറുതെ എന്താ പറയുക, ഞാൻ കൃഷ്ണന്റെ കാര്യത്തിൽ മാത്രം ബ്ലൈൻഡാണ്. ഇല്ല. എന്തിനാ ബ്ലൈൻഡായിട്ട് പോകുന്നത്? കൃഷ്ണൻ ലോജിക്കലി, റാഷണലി, സയന്റിഫിക്കലി, സോഷ്യലി, സ്പിരിച്വലി, എക്കണോമിക്കലി, മെന്റലി അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതിനെ തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാ ബ്ലൈൻഡ്ലി വേണേ? സയന്റിഫിക്കലി പറയാം, സോഷ്യലി പറയാം, സ്പിരിച്വലി പറയാം, സൈക്കോളജിക്കലി പറയാം, മെന്റലി പറയാം. എന്തിനാ ബ്ലൈൻഡ്ലി പറയാൻ പോണത്? ബ്ലൈൻഡ്ലി ആവശ്യമില്ല. നീ കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ പോകാൻ തയ്യാറാണ് കൃഷ്ണ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയുന്നത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നീ കാണിച്ചു തന്ന വഴി കറക്റ്റാണ്. അത് നിർമ്മമോ നിരഹങ്കാര, എന്റേത് എന്നും എനിക്ക് എന്ന ഭാവവുമില്ലാതെ ഏവം പ്രവർത്തിതം ചക്രം അനുവർത്തയതീഹയ. കാലചക്രം തിരിയുമ്പോൾ അതിന്റെ ഒപ്പം തിരിയുന്ന ധർമ്മചക്രത്തോടൊപ്പം തിരിയാനാണ് നീ എന്നോട് പറഞ്ഞിരിക്കുന്നത്. തിരിഞ്ഞില്ലെങ്കിൽ അനുവർത്തയതീഹയ. അതാരാണോ അനുവർത്തിക്കാതിരിക്കുന്നത് അയാൾ മോഘം പാർത്ഥസ ജീവിതം, അയാളുടെ ജീവിതം തന്നെ യൂസ്ലെസ് ആവുന്ന പറഞ്ഞിരിക്കുന്നത്. അയാൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അയാള് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ശിക്ഷിക്കപ്പെടുന്നു പറഞ്ഞിട്ടില്ല. അയാളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്കും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വീട്ടിലെ കമ്മിറ്റിയിലേക്കും മാറ്റുന്ന ഒന്നുമല്ല കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അയാളുടെ ജീവിതം തന്നെ കട്ടപ്പുക. കട്ടപ്പുക എന്ന് പറയാൻ സംസ്കൃതത്തിൽ വാക്കില്ലാത്തത് കൊണ്ട് മോഘം എന്നൊരു വാക്ക് ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. എന്ത് റാഷണൽ വേർഡിങ്സാ ഉപയോഗിച്ചിരിക്കുന്നത്? ബുദ്ധി പ്ലസ് ജ്ഞാനം പ്ലസ് അസമ്മോഹ. അസമ്മോഹം എന്ന് പറഞ്ഞാല് ശരിക്കും കൺഫ്യൂഷൻ, അത് തന്നെയാ മോഹമില്ലാത്ത അവസ്ഥ. അസമ്മോഹ സംശയമില്ലാത്ത, മോഹമില്ലാത്ത, കൺഫ്യൂഷൻ ഇല്ലാത്ത, ഫിക്സഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ല. സമ്മോഹം എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ, അസമ്മോഹം എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഇല്ലാത്ത അവസ്ഥ. ബുദ്ധി വേണം. അപ്പൊ യഥാർത്ഥത്തിൽ നോക്കാം, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഫൗണ്ടേഷൻ ക്രൈറ്റീരിയ ഈ മനുഷ്യനെ ആടുകളായിട്ടല്ല കണ്ടിരിക്കുന്നത്, മനുഷ്യനെ മൃഗങ്ങളായിട്ടല്ല കണ്ടിരിക്കുന്നത്. മനുഷ്യനെ ആടുകളും അതിൽ നിന്ന് ഇടയന്മാരും, ഇടയനെ മഹാ ഇടയനുമായിട്ടുള്ള യേശുക്രിസ്തു. ഇവിടെ ഇടയനും ഇല്ല, ആടുകളും ഇല്ല, പന്നിയില്ല, പശു ഇല്ല, ബുദ്ധിയുള്ളവരേ ഉള്ളൂ. ചിന്തിച്ചു നോക്കാം, മറ്റുള്ളവരുടെ വാക്കുകൾ തന്നെ എടുത്ത് ചിന്തിച്ചു നോക്കാം. അപ്പൊ ബുദ്ധി പ്ലസ് ജ്ഞാനം, അർത്ഥം മനസ്സിലായി? അസമ്മോഹ. അസമ്മോഹ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ലാത്ത അവസ്ഥ, ഉറച്ച തീരുമാനം. ക്ഷമ ഞാൻ പറയണ്ടല്ലോ, ക്ഷമ അല്ല കേട്ടോ. ഷാമ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുണ്ട്, തലയ്ക്ക് സുഖമില്ലാത്ത, വെളിവില്ലാത്ത ഒരെണ്ണം. ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ഇവരോടൊക്കെ സന്തോഷമുള്ളത്, ലോകത്തിൽ ആരും അറിയാതെ ചവറ്റുകൊട്ടയിൽ കിടന്നിരുന്ന ഈ പണ്ടാരങ്ങൾ, ഈ കമ്പോസ്റ്റ് വളത്തിൽ കിടന്നിരുന്ന ഈ ഗതികെട്ട ജന്മങ്ങളൊക്കെ ഒരൊറ്റ ദിവസം നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും തെറി പറഞ്ഞാൽ അടുത്ത ദിവസം മാതൃഭൂമിയും മനോരമയും അവരെ ഫ്രണ്ട് പേജിൽ കൊടുക്കും. എന്താ മാതൃഭൂമിയുടെ മനോരമയുടെ സ്റ്റാൻഡേർഡ് അറിയോ? പിന്നെ ബാക്കി ചാനലുകളും. പക്ഷെ ഓൺലൈൻ ചാനലുകളുണ്ട്, അവർക്ക് അച്ഛനെയും അമ്മയും തിരിച്ചറിയാവുന്നവരാ. നമ്മുടെ മലയാളത്തില് ഒരൊറ്റ അച്ഛന് പറഞ്ഞവരാന്നുള്ളതിന് വേറൊരു വാക്കുണ്ട്, അത് ഞാൻ പറയണില്ല. അപ്പൊ യഥാർത്ഥത്തില് ഈ ഷാമ മുഹമ്മദും ഐഷ സുൽത്താനയും സിദ്ദിഖ് പാട്ടനും പൊട്ടനും എല്ലാം കൂടി ചേർന്ന് ഈ ചവിട്ട് നാടകം കളിക്കുമ്പോൾ എത്ര പെട്ടെന്ന് അവർ നൊട്ടോറിയസ് ആയിട്ട് എല്ലാവരുടെയും മനസ്സിലെത്തിയതെന്ന് നോക്കാം. തെറിയുടെ പൂരാണ്. എന്നാൽ തന്നെ എന്താ, 10 പൈസ ചെലവാക്കാതെ ലോകം അറിയപ്പെടുന്ന ആളായി മാറിയില്ലേ? കുറെ അനുയായികൾ ഉണ്ടാവും, കുറെ പേര് അതിന്റെ കൂട്ടത്തിലുണ്ടാവും. മതിയല്ലോ, 10 പൈസ ചെലവാക്കി. നോട്ടീസ് അടിച്ചിട്ടില്ല, വിസിറ്റിംഗ് കാർഡ് ഇല്ല, കമ്പനിയുടെ മാനേജർ അല്ല,
രാഷ്ട്രീയ നേതാക്കന്മാരല്ല, വലിയ വലിയ കമ്പനികളുടെ പുറകിലില്ല. പക്ഷേ രാഷ്ട്രത്തിനെതിരെ, സംസ്കാരത്തിനെതിരെ, മോഡിക്കെതിരെ പറഞ്ഞു, അതോടുകൂടി നിങ്ങൾ നോട്ടോറിയസ് ആവും. എല്ലാ കേരളത്തിലെ മാധ്യമങ്ങളും ഗതികെട്ട ബുദ്ധിജീവികൾ, ഇപ്പൊ ബുദ്ധിജീവികൾ അങ്ങനെ കുരയ്ക്കാറില്ല, ഒക്കെ കൂട്ടത്തിലുണ്ടാവും. അതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്പർ 1 ഫോൺ വിളിച്ചു പറയും. വരുമ്പോഴത്തേക്കും നമ്മളുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള പിണറായിയെ കാണണം എന്നൊക്കെ വന്ന് പറയും. അതൊക്കെ പത്രത്തിൽ വരും, ഫോട്ടോ സഹിതം വരും. അതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വരും. ഇവിടെ അങ്ങനെയല്ല. ബുദ്ധി പ്ലസ് ജ്ഞാനം പ്ലസ് അസമ്മോഹ പ്ലസ് ക്ഷമ പ്ലസ് സത്യം പ്ലസ് ദമഹ. ശമഹ, ദമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ദ്രിയ നിഗ്രഹം, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്, അവനവനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ശമഹ, ശമം മനോനിയന്ത്രണം. ദമഹ ഇന്ദ്രിയ നിയന്ത്രണം. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം. ശമം എന്ന് പറഞ്ഞാല് നമ്മുടെ മനോനിയന്ത്രണം. ഇപ്പൊ ശമഹ സുഖം ദുഃഖം ഭാവോ അഭാവോ ഭയം ച അഭയമേവ ച അഹിംസ സമത തുഷ്ടിഹി. സമത തുല്യഭാവം. തുഷ്ടിഹി സന്തോഷം. തപസ് തപോ ദാനം യശോ അയശഃ. യശസ് കീർത്തി, അയശഃ ഇപ്പൊ ഞാൻ പറഞ്ഞത് കീർത്തിയുടെ ഓപ്പോസിറ്റ്. ഭവന്തി ഭാവാ ഭൂതാന മത്ത ഏവ പൃഥക് വിധാഃ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എന്താണ്, ചിലർ ദേഷ്യപ്പെടുന്നു, ചിലർക്ക് വാശി പ്രതികാരമൊക്കെ ഉണ്ട്. ചിലർ സംസാരിക്കുന്നത് വളരെ നാസ്റ്റി ആയിട്ടാണ്, അരോഗന്റ് ആയിട്ടാണ്. അതിന് നമ്മൾ എന്താ ഉത്തരം പറയാ? അത് അയാളുടെ നേച്ചറാണോ? നമ്മൾ എന്തിനാണോ ബോധർ ചെയ്യുന്നേ? അയാളുടെ ടെമ്പറമെന്റ് എങ്ങനെയാണ്, അയാൾ വളർന്ന ചുറ്റുപാട് അങ്ങനെയാണ്, അയാളുടെ പ്രകൃതി അങ്ങനെയാണ്, അയാളുടെ സ്വതസിദ്ധ ഭാവം അങ്ങനെയാണ്. അത് പ്രകൃതി കൊടുത്തിരിക്കുന്നതാണ്. ആ കോസ്മിക് കൃഷ്ണൻ, കോസ്മിക് എനർജി, കോസ്മിക് ഫിനോമിനൻ, അതിദേവതാ ശക്തിയില് പോസിറ്റീവ് മാത്രമല്ല. അപ്പൊ ഇവിടെ ബുദ്ധി പോസിറ്റീവാണ്, ജ്ഞാനം പോസിറ്റീവാണ്, അസമ്മോഹം പോസിറ്റീവാണ്, ക്ഷമ പോസിറ്റീവാണ്, സത്യം ദമഹ ശമഹ സുഖം. അടുത്ത വരി സുഖം പോസിറ്റീവ്, ദുഃഖം നെഗറ്റീവ്, ഭാവം പോസിറ്റീവ്, അഭാവം നെഗറ്റീവ്, ഭയം നെഗറ്റീവ്, അഭയം പോസിറ്റീവ്, അഹിംസ പോസിറ്റീവ്, സമത പോസിറ്റീവ്, തുഷ്ടി പോസിറ്റീവ്, തപഹ പോസിറ്റീവ്, ദാനം പോസിറ്റീവ്, യശസ് പോസിറ്റീവ്, അയശ നെഗറ്റീവ്. ഭവന്തി ഭാവ ഭൂതാനാം, സർവചരാചരങ്ങളുടെയും ഈ ഭാവം മത് ഏവ പൃഥഗ്വിദാഹ, എല്ലാം എന്നിൽ നിന്ന് തന്നെ ഉത്ഭവം ചെയ്താൽ. അപ്പൊ ഞാൻ ആരാ? ഞാനാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയെ അർജുനന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തതാണ്. എല്ലാ ഋഷീശ്വരന്മാരും ദേവചൈതന്യങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടായിരുന്നോ അതാണ് ഞാൻ, അർജുന. അതുകൊണ്ട് നോർത്ത് പോൾ ഉണ്ടെങ്കിൽ സൗത്ത് പോൾ ഉണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്. അതുപോലെ തന്നെ യശസ് ഉണ്ടെങ്കിൽ അയശസ് ഉണ്ട്, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ഭാവമുണ്ടെങ്കിൽ അഭാവമുണ്ട്, ഭയമുണ്ടെങ്കിൽ അഭയമുണ്ട്. ഇതെല്ലാത്തിലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഉണ്ട്. ഒരു നാണയത്തിന് ഒരു ഭാഗമുണ്ടെങ്കിൽ അതിന് മറ്റൊരു ഭാഗമുണ്ട്. സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷനുണ്ട്, ഓവറി ഉണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻ ഉണ്ട്, ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, സുപ്രഭാതമുണ്ടെങ്കിൽ പ്രദോഷമുണ്ട്, സായം സന്ധ്യയുണ്ട്. ഏതിനാ രണ്ടില്ലാത്തത്? ഒന്നിന് മാത്രം. ഒരു പേന എടുത്ത് പേപ്പറിൽ ഒരൊറ്റ കുത്തിടുക, ഒറ്റ കുത്ത്. അതിനെന്താ പറയാ? പോയിന്റ്. ഏകാഗ്രം. ഏകം പ്ലസ് അഗ്രം, അതാണ് പോയിന്റ്. ഏകാഗ്രം, രണ്ടില്ലാത്തത്. ഏകം പ്ലസ് അഗ്രം. അഗ്രം എന്ന് വെച്ചാൽ അറ്റം തന്നെ, ഏകാഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടറ്റം ഇല്ലാത്തത്. ആ ഏകാഗ്രം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഒന്നിൽ കൂടുതലുണ്ട്, മിനിമം രണ്ടെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഇത് പറഞ്ഞത്. സ്നേഹമുണ്ടെങ്കിൽ വെറുപ്പുണ്ട്, ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ട്, ലാഭമുണ്ടെങ്കിൽ നഷ്ടമുണ്ട്. സമശത്രൗച മിത്രേച തഥാ മാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. ഇതൊക്കെ എല്ലാത്തിലും ഉള്ളതാണ്. കൃഷ്ണനുണ്ട്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ അതിലൂടെ കടന്നു പോകുന്നു. അപ്പോ ഈ പ്രകൃതിയാണ് ഞാൻ എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുമ്പോൾ കയ്യും കെട്ടി നമ്മൾ രഥത്തിന്റെ താഴെ കൃഷ്ണനെ നോക്കിയിരിക്കാം.
നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ഞാൻ പ്രധാനമന്ത്രി അല്ല, പ്രധാന സേവകനാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ചെയ്ത ആളാണ് ഞാൻ. അതാണ് ഞാൻ. അതുപോലെ കറക്റ്റ് ആൾക്കാരെ കറക്റ്റ് സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്ത ആളാണ് ഞാൻ. പറയുന്നില്ല, ചെയ്യുന്നു. മാത്രമല്ല എല്ലാ മന്ത്രിമാരെയും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നു. അഴിമതി എന്നുള്ളത് ഇല്ലാതെയാക്കിയത് ഞാനാണ്. ചൈന കിടന്ന് കുരച്ചാൽ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചത് ഞാനാണ്. മാത്രമല്ല എയർ മാർഷലാണെന്ന് തോന്നുന്നു, എയർഫോഴ്സിലെ അഡ്മിറൽ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, വൺ ഡേ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ വിൽ ബിക്കം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇന്ത്യ. അത് അങ്ങേരെ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണ്. ഇതൊന്നും നരേന്ദ്രമോദി പറയുന്നു എന്ന് പറഞ്ഞതല്ല, അത് പറയത്തക്ക വിധത്തിൽ ചെയ്തു. ഈ 100 കോടി വാക്സിൻ ഉണ്ടാക്കിയപ്പോ ഈ വാക്സിൻ കമ്പനികളെ എല്ലാവരെയും വിളിച്ച് നരേന്ദ്രമോദി അഭിനന്ദിച്ചു, ചായ കുടിച്ചു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക്, ഈ വാക്സിൻ കമ്പനിക്കാർക്ക് പ്രസ് കോൺഫറൻസ് നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വാക്സിൻ കമ്പനിക്കാർക്ക് പ്രസ് കോൺഫറൻസ് നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയപ്പോൾ ഈ പത്രക്കാർ വന്ന് ചോദിച്ചു, ഈ 100 കോടി വാക്സിൻ എന്ന ലക്ഷ്യം വെച്ച് വിജയിക്കാൻ നിങ്ങളെ സഹായിച്ച പ്രധാന ഘടകം എന്താണ്? എല്ലാവരും ഒറ്റ വരിയാ പറഞ്ഞത്, മെനി ഫാക്ടേഴ്സ് ആർ ദർ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് ദ പെർസുവേഷൻ ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. അത് നരേന്ദ്രമോദി പറഞ്ഞില്ല, ബാക്കിയുള്ളവർ പറഞ്ഞു. ഇവിടെ കൃഷ്ണൻ തന്നെ പറയുന്നു, ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിൻ്റെയും ആധാരം അത് എന്നിലൂടെ പോകുന്നു, എന്നിലൂടെ. ഞാൻ മയാധ്യക്ഷേണ പ്രകൃതി സൂയശേഷ ചരാചരം. പ്രകൃതിയാണ് ഇത് ചെയ്യുന്നത്, ചെയർമാൻ ഞാനാണ്. പ്രകൃതിയാണ് ഇത് ചെയ്യുന്നത്, MD ഞാനാണ്, മാനേജിംഗ് ഡയറക്ടർ ഞാനാണ്. എന്ത് ഭംഗിയായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. അതിലെ പോസിറ്റീവ് ക്വാളിറ്റികളുണ്ട്, നെഗറ്റീവ് ക്വാളിറ്റികൾ. ആ പോസിറ്റീവിന്റെ നെഗറ്റീവാണ്, അത്രയേ ഉള്ളൂ. പുണ്യം, പാപം, സ്വർഗം, നരകം, ശിക്ഷ, രക്ഷ, അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ സുഖം, അസുഖം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഫാക്ച്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റുകളാണ്. ഇപ്പൊ മത്ത ഏവ പ്രതഗ്വിത, ഞാൻ തന്നെയാണ് അതിന്റെ എല്ലാത്തിന്റെയും ഭാവം എന്ന് മനസ്സിലാക്കാനുള്ള അവസരം കൃഷ്ണൻ കൊടുക്കുന്നു. ഇനി 6ാമത്തെ ഒരു ശ്ലോകം കൂടി ഒന്ന് പരിപ്ലവമായിട്ട് നോക്കിയിട്ട് നമുക്ക് നിർത്താം. മഹർഷയ സപ്തപൂർവേ. അതിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. സപ്തഋഷികള് എന്ന് പറഞ്ഞാൽ സപ്ത മഹർഷയ പൂർവേ എന്ന് പറഞ്ഞാൽ ശരിയാക്കാം. പക്ഷെ ചത്വാരോ മനവസ്ഥത, അതെന്തൊരു അബദ്ധാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചത്വാരോ മനവസ്ഥത എന്ന് വെച്ചാൽ 4 മനുക്കള്. അപ്പൊ ബാക്കി 10 മനുക്കൾ എവിടെ പോയി? 14 മനുക്കളില്ലേ? കൃഷ്ണൻ ഉണ്ടായിരുന്ന കാലത്തും നമ്മളെന്താ പറയുക, കൃഷ്ണ കൃഷ്ണ വിഷ്ണുരാജ്ഞയ പ്രവൃത്തമാനസ്യ ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹകൽപ്പേ വൈവസ്വത മന്വന്തരെ അഷ്ടാവിംശതിമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ ഭാരതവർഷേ ഭരതം കണ്ടേ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാഹ ദക്ഷിണേ തീരെ ശാലിവാഹനചകേ ബൗദ്ധാവതാരേ പരശുരാമക്ഷേത്രേ അസ്മിൻ വർഷേ നളനാമ സംവത്സരസ്യ അല്ലെങ്കിൽ വ്യാവഹാരി നാമ സംവത്സരസ്യ ആ ഉത്തരായണേ അല്ലെങ്കിൽ ദക്ഷിണായനെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ സപ്തതമേ മന്വന്തരെ എന്നാ പറയാ. സപ്തതമേ മന്വന്തരെ അതിൽ അഷ്ടാവിംശതിതമേ 28ാമത്തെ മഹായുഗം. അതിൽ 27ാമത്തെ മഹായുഗത്തിലാ നമ്മുടെ കൃഷ്ണൻ, ഡോക്ടർ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നത് 26ാമത്തെ മഹായുഗത്തിൽ അല്ലെങ്കിൽ 27ാമത്തെ മഹായുഗത്തിലാണ് ഉണ്ടായിരുന്നത്. ഇല്ല, 28ാമത്തെ മഹായുഗത്തിൽ, കലിയുഗത്തിന് തൊട്ട് മുമ്പുള്ള ദ്വാപരയുഗത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ 4 മന്വന്തരം എന്ന് പറഞ്ഞു. 7ാമത്തേതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ 7 മന്വന്തരം എന്ന് പറയേണ്ട സ്ഥാനത്ത് 4 മന്വന്തരം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? വലിയൊരു ചോദ്യം. അതിന്റെ കൃത്യമായിട്ട് ഉത്തരം എനിക്കറിയാം, എനിക്ക് അറിഞ്ഞൂടാ. കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്കറിയാം, എനിക്ക് അറിഞ്ഞൂടാ. ഈ മഹർഷയ സപ്തപൂർവേ, അതും സപ്ത ഋഷികളാണെന്ന് എനിക്ക് തോന്നണില്ല. അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള ഋഷിമാർ വേറെ ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ഈ കൃഷ്ണൻ പറഞ്ഞത് മഹർഷയ സപ്തപൂർവ? എനിക്ക് അറിഞ്ഞൂടാ. അത് രണ്ടും നിങ്ങൾ ഉത്തരം കിട്ടിയാൽ എന്നോട് പറയാ. സജഷൻ അല്ല, കൃത്യമായിട്ട് ഉത്തരം. ചത്വാരോ മനവസ്ഥത. ചത്വാരം എന്നുള്ളതിന്, ചത്വാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 4 കൂടി വഴിയുന്നത് തന്നെയാ പറയാ. അത് ചത്വാരം എന്നാ പറയാ. അപ്പൊ പിന്നെ 4 മനുക്കളാണ്. അപ്പൊ ബാക്കി 10 എവിടെ പോയി? ഏറ്റവും കുറഞ്ഞത് ഒരു 3 കൂടി ചേർത്താലേ 7 മന്വന്തരം ആവുള്ളൂല്ലോ. അവരെവിടെ പോയി? എനിക്കറിഞ്ഞൂടാ. മദ്ഭാവ മാനസാജാത.
എന്റെ ഭാവത്തില് എന്റെ മാനസികമായിട്ടുള്ള ചൈതന്യത്തിൽ നിന്നുണ്ടായവരാണ് ഈ സപ്തഋഷിമാരും 4 മനുക്കളും. ബാക്കിയുള്ളതോ എവിടുന്നാ ഉണ്ടായത്? നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ വിവരിക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതും 7 മഹർഷികളും അപ്രകാരം 4 മനുക്കളും എന്നിൽ നിന്ന് ഉത്ഭവിച്ചു. ബാക്കിയുള്ളത് ആരിൽ നിന്നാ ഉത്ഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവൂ എന്നൊന്നുമില്ല. അത് ചുമ്മാ കൊണ്ട് വിട്ടേക്കാം. 4 മനുക്കളായാലും വരില്ല, 7 മനുക്കളായാലും വരില്ല, 14 മനുക്കളായാലും നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്തുകൊണ്ട് കൃഷ്ണൻ 4 എന്ന് പറഞ്ഞു? നമ്മളുടെ അറിവില്ലായ്മയോ ഒന്ന് പരിഹരിക്കാൻ അതിന്റെ ഉത്തരം കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്? പട്ടാണി പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതെയോ, എന്താ ചോദിച്ചേ? അല്ലല്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പട്ടാണി പരിപ്പാണെങ്കിലും വിരോധമില്ല, തൂര പരിപ്പാണെങ്കിലും വിരോധമില്ല, മസൂർ ദാളാണെങ്കിലും വിരോധമില്ല. സാമ്പാർ നന്നായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തത മദ്ഭാവ മാനസാജാത യേഷാം ലോക ഇമാം പ്രജാഹ. ഈ ലോകത്തിലുള്ള ഈ പ്രജകളുമെല്ലാം എല്ലാ പുഴുവും അട്ടയും എല്ലാം ഉണ്ടായത് എൻ്റെ ഈ ചൈതന്യത്തിന്റെ, പ്രകൃതി ചൈതന്യത്തിന്റെ ആ അടിവേരിൽ നിന്നാണ് അർജുന. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങോട്ട് മനസ്സിലാക്കാനുള്ളത് ഫ്രീ ആയിട്ട് കടുംപിടുത്തം പിടിക്കാതെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ നമ്മൾ കാണുന്ന സർവ തരത്തിലുള്ള 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള്, ആ ജന്തുക്കള് പ്രസവിച്ച് യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിച്ചതല്ല, അല്ലാതെ പ്രസവിച്ച് ഉണ്ടാകുന്നതെല്ലാം അതേപോലെയുള്ള ജന്തുക്കള്. LDFിലുള്ള ആൾക്കാർ പ്രസവിച്ചു കഴിഞ്ഞാൽ UDF ആവില്ല. ചിലപ്പോൾ ആവുമായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം MM ലോറൻസിന്റെ മകള് വിശ്വാസിയായി, കൊച്ചുമകൻ RSSകാരനായി. എന്താ അവസ്ഥ അല്ലേ? നമ്മുടെ G സുധാകരൻ ജന്മഭൂമിയുടെ ഷെയർ എടുത്തു. ആള് പാർട്ടി CPM ആണെങ്കിലും ഏതായാലും ഓർമ്മിക്കുക, ആ ജന്തുക്കളെല്ലാം 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങള്, ആ സസ്യങ്ങളിൽ സസ്യങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതെന്തേ അങ്ങനെ ഉണ്ടായി? ഒരു സസ്യവും മറ്റൊരു സസ്യവുമായിട്ട് വലിയ ബന്ധമില്ല. അതുപോലെ തന്നെ 80,000 തരത്തിലുള്ള വൃക്ഷങ്ങൾ, അതെന്തേ അങ്ങനെ ഉണ്ടായി? കൊറോണ മാത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ കാരണം, അത് പിണറായി വിജയന്റെ തറവാട്ടിലുണ്ടായതാണ്, നമ്മുടെ മേഴ്സിക്കുട്ടിയുടെ തറവാട്ടിലുണ്ടായതാണ്, കോടിയേരി ബാലകൃഷ്ണന്റെ തറവാട്ടിലുണ്ടായതാണ്, വീരരാഘവന്റെ തറവാട് ചൈനയിലുണ്ടായതാണ്. അതുകൊണ്ടാണ് അത് മാറ്റം വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന വർഗീയ, പിന്നെ വേറെ എന്തോ ഒരു വാക്ക് MM ലോറൻസിന്റെ മകള് പറഞ്ഞു, അലവലാദികൾ. അപ്പോ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന അലവലാദിത്തരം, അതുകൊണ്ടുണ്ടായത്. ഇല്ലെങ്കിൽ എല്ലാം ഒരേപോലെയാണ്. എന്ത് ഭംഗിയായിട്ടാ മഹർഷയ സപ്തപൂർവി മദ്ഭാവ ജാതായേഷാം ലോക ഇമാം പ്രജ, സർവ്വതും എന്റെ ഭാവത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൃഷ്ണനാണ്. ഇനി കൃഷ്ണനെ ഈ കാരണം കൊണ്ട് എനിക്ക് ആരാധിക്കണം തോന്നി, ആരാധിച്ചോളൂ. എനിക്ക് ആരാധിക്കണ്ട, വേണ്ട. ശ്രീകൃഷ്ണനെ കുറിച്ച് ഞാൻ ബാക്കി എല്ലാവരോടും പറയാൻ പറഞ്ഞോളൂ. ഇതിലെന്താ ഇത്ര വലിയ കാര്യമുള്ളത്? പ്രപഞ്ചം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൃഷ്ണനെ കുറിച്ച് എന്തിനാ ബഹുമാനിക്കുന്നത്? വേണ്ട, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, നമുക്കാണ്. അത് കോടതി പറയുന്നതിന് മുമ്പും അത് തന്നെയാണ്. അതുകൊണ്ട് പെഗാസസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രത്തെ കുത്തുവാള എടുപ്പിക്കാനുള്ള കർമ്മബന്ധവിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കാര്യം എടുക്കും, നിങ്ങളുടെ നാട്ടിലെ കാര്യം എടുക്കും, എല്ലാം എടുക്കും. അതിന് മറുപടി കോടതിയിലേക്ക് കൊടുക്കുകയും ചെയ്യും. അല്ലാണ്ട് കോടതി കിടന്നിട്ട് നെകളിക്കേണ്ട കാര്യമൊന്നുമില്ല. കോടതിയൊന്നുമല്ല ഈ പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതും ഈ മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതും. രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കോടതിക്കില്ല. കോടതിയുടെ കീഴിൽ പട്ടാളമില്ല, കോടതിയുടെ കീഴിൽ CRPF ഇല്ല, കോടതിയുടെ കീഴിലല്ല മന്ത്രിമാര്, കോടതിയുടെ കീഴിലല്ല MP-മാര് MLA-മാര്, കോടതിയുടെ കീഴിലല്ല PWDയും ഒരൊറ്റ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റും. പിന്നെ കിടന്ന് നെകളിക്കുന്നത് എന്തിനാ? ചാവുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കാനോ മറ്റോ ആയിരിക്കാം. ഏതായാലും 146 കോടതി വിധികൾ കേരളത്തിൽ നടപ്പാക്കാതെ കിടക്കുന്നുണ്ട്. 1948 മുതൽക്ക് കോടതി തുള്ളിയില്ലല്ലോ. എന്തേ കാരണം? തുള്ളിയോണ്ട് പ്രയോജനമില്ല.
തുള്ളിയതുകൊണ്ട് പ്രയോജനമില്ല. അത് തന്നെ. അതുകൊണ്ട് കേന്ദ്രത്തെ മാത്രം വരച്ച വരയിൽ നിർത്താൻ ഏതെങ്കിലും അപ്പൂപ്പന്മാരൊക്കെ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനുള്ള മറുപടി കൊടുക്കും, സാവധാനത്തിൽ കൊടുക്കും. കിടന്ന ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ മാതൃഭൂമിയിലും മനോരമയിലും വരും. അവർ കാത്തിരിക്കുകയാണ് ഇതൊക്കെ കിട്ടാനായിട്ട്. രാഷ്ട്രത്തിന്റെ നന്മ വരില്ല, തിന്മകൾ തീർച്ചയായിട്ടും വരും. കാരണം അവരാണ് കോടതിയിൽ ഇങ്ങനെയൊക്കെ വിധി പറയണമെന്ന് പറഞ്ഞിട്ട് പേപ്പർ എഴുതുന്ന രീതിയിൽ വരും. അത് വരട്ടെ, നമുക്ക് എന്താ കുഴപ്പം? ഏതായാലും പ്രധാനമന്ത്രിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവരല്ല അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോയിന്റ്മെന്റ് കൊടുക്കാത്ത ആൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണനെ കുറിച്ച് നിങ്ങൾ പൂജിച്ചാലും പൂജിച്ചില്ലെങ്കിലും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ചുമ്മാ. പക്ഷേ നമ്മളുടെ കൃഷ്ണൻ നമ്മുടെ ചൈതന്യമാണ്. ഒരിക്കലും കൃഷ്ണനെ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ എന്ന്, എന്റെ വഴിയിലൂടെ വന്നോളൂ എന്ന്. അതാണ് ധീരനായ തസ്മാതുത്തിഷ്ഠ ഹൈന്ദവ യുദ്ധായ കൃതനിശ്ചയ എന്ന് പറയുന്ന ആ കൃഷ്ണന്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ധന്യമായ ഈ ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പറ്റുമെങ്കിൽ 1 മണിക്കൂറിലേക്ക് പോകണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ കുറെ കൂടി മുമ്പോട്ട് വന്നത്. സന്തോഷമുണ്ട്. ബോറിംഗ് ആവരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന. പ്രഭോ സേവാവൃത ഭക്ത്യാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതി വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കയ്യിലെടുത്ത് ഗുരുവായൂരപ്പന്റെയും ഭാരതമാതാവിന്റെയും ഋഷീശ്വരന്മാരുടെയും പത്മനാഭന്റെയും പൂർണ്ണത്രൈശന്റെയും ശ്രീകൃഷ്ണന്റെയും എല്ലാ ചൈതന്യവത്തായ മൂർത്തികളുടെയും പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃ പ്രാർത്ഥയാമി. പ്രണാമം. നമസ്കാരം.